ഇത് എത്രാമത്തെ തവണയാണ് ഒരേ തരത്തിൽ നിങ്ങൾ എന്നെ ഷെയ്ഡിൽ നിർത്താൻ ശ്രമിക്കുന്നത്? ഞങ്ങളെല്ലാവരും കൂടെ ഷെയ്ഡിൽ നിർത്താനാണ് നിങ്ങൾ ഇത്തവണ ശ്രമിച്ചത്. നിങ്ങൾ എനിക്കുള്ള പരിഭവമാണ് പറയുന്നത്, ആരും അത് വ്യക്തിപരമായിട്ട് എടുക്കരുത്. പാലക്കാട് ഞാനൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളൊരു പെട്ടിയുടെ വാർത്ത കൊടുത്തു. എന്നെ കള്ളപ്പണക്കാരനെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി CPMൻ്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത പരാതിയിന്മേൽ ഒരു FIR പോലും എടുക്കാൻ കഴിയില്ല എന്ന വിവരം നിങ്ങൾ എത്ര പേർ അതേ ആർജവത്തോടു കൂടി അതേ പ്രാധാന്യത്തോടു കൂടി ബ്രേക്ക് ചെയ്തു? നിലമ്പൂരിൽ സമാനമായ ഒരു പെട്ടി പരിശോധന നാടകം ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് നിങ്ങൾ ഇത്തരത്തിൽ ഒരു ബാങ്കിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു വിവരത്തിൽ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നിരന്തരമായി സാമ്പത്തിക കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് അത്ര നല്ല പ്രവണതയായി എനിക്കെൻ്റെ സുഹൃത്തുക്കളുടെ നിലയിൽ നിങ്ങളോട് അതിൻ്റെ ഒരു പരിഭവം കൂടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി രണ്ട്, നിങ്ങൾ ചോദ്യം ചോദിക്കണം, വയനാട് റീബിൽഡ് പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, ഇപ്പം ഞങ്ങളുടെ അക്കൗണ്ടിൽ 88,68,827 രൂപയുണ്ട്. 88,68,827 രൂപ. ഇനി നിങ്ങളോട് ഞാനൊരു വിവരം കൂടെ പറയാം. യൂത്ത് കോൺഗ്രസിൻ്റെ ചില പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പേര് സംഭാവന ചെയ്തിരുന്നു. ആ സംഭാവന പോലും ഇത് വയനാട് ഫണ്ട് കളക്ഷൻ്റെ പണം വന്ന അക്കൗണ്ടിലേക്കാണ് എന്നുള്ളത് കൊണ്ട് ആ പണം പോലും എടുത്തിട്ടില്ല. 1-2 പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഫണ്ട് വന്നതുപോലും ഞങ്ങൾ എടുത്തിട്ടില്ല. അത്ര സുതാര്യമായിട്ടാണ്. കാരണം അത് നാളുകളിൽ ഇങ്ങനൊരു ചോദ്യം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പണം വന്നിട്ട് പോലും അതിൽ നിന്നൊരു ചില്ലിക്കാശ് എടുക്കാത്തത്. ഇനി ആ പണം കൂടി ഈ ഭവന ഇനി എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് നമുക്കൊരു ഡിസ്കഷൻ കൊണ്ടുവരാം.